ഏതു യുദ്ധത്തിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഇപ്പോൾ ഒരു സമാധാന കരാർ നിലവിൽ 14 ഇന കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു കരാറാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. പക്ഷേ ഈ കരാറിനെ പറ്റി പരിശോധിക്കുമ്പോൾ നമുക്ക് തോന്നുന്നൊരു കാര്യം, ഈ കരാറ് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ്, അതായത് ഫെബ്രുവരിക്ക് മുന്നേ തന്നെ ഇറാൻ പറഞ്ഞിരുന്ന കാര്യങ്ങൾ തന്നെയാണ്. അന്ന് ഇറാൻ എന്താണോ പറഞ്ഞത് അതൊരു രേഖയാക്കി ഇപ്പോൾ ഒരു കരാറാക്കി മാറ്റിയിരിക്കുന്നു. അപ്പോൾ ഈ ഇറാൻ പറയുന്നത് അനുസരിച്ച് ഒരു കരാർ എഴുതാനായിരുന്നെങ്കിൽ പിന്നെ എന്തിനായിരുന്നു യുദ്ധം എന്നൊരു ചോദ്യമാണ് എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്. അതിൻ്റെ കൂടെ തന്നെ മറ്റൊരു കാര്യം, ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് ഇസ്രായേലിൻ്റെ ട്രംപ് എന്ന് പറയുന്നത്. ഇപ്പോൾ ട്രംപ് ഇസ്രായേലിനെ കൈവിട്ടൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത്. ഇസ്രായേൽ എന്തൊക്കെയായിരുന്നോ ഈ യുദ്ധം കൊണ്ട് കണ്ട സ്വപ്നങ്ങൾ അതെല്ലാം തച്ച് ഉടച്ചുകൊണ്ടാണ് ഈ ഒരു കരാറ് പ്രാബല്യത്തിൽ വരാൻ പോകുന്നത്. എന്താണ് അപ്പോൾ അതിനെപ്പറ്റി, യുദ്ധത്തിൻ്റെ കാര്യങ്ങളെപ്പറ്റിയും യുദ്ധം എന്തിനായിരുന്നു എന്നതിനെപ്പറ്റിയും ഇസ്രായേലിൻ്റെ ഭാഗത്തെപ്പറ്റിയും ഒക്കെ എന്താണ് ഇനി പറയാനുള്ളത്? ഉത്തരമില്ലാത്തൊരു ചോദ്യം എന്നുള്ളതാണ് എന്തിനായിരുന്നു യുദ്ധം എന്നുള്ളത്. അതിപ്പോൾ നെതന്യാഹുവിനെ സംബന്ധിച്ച്, നെതന്യാഹുവിനോട് ചോദിക്കുകയാണെങ്കിൽ എന്തിനായിരുന്നു യുദ്ധം എന്ന് ചോദിച്ചാൽ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. അത് ഇറാൻ്റെ നിരായുധീകരണം, ഇറാനിലെ ആണവശേഷി പരിപൂർണമായി ഇല്ലാതാക്കൽ, തങ്ങൾക്ക് ഭീഷണിയാകാത്ത ഒരു ഭരണമാറ്റം, അതായത് ഇസ്ലാമിക് റിപ്പബ്ലിക് എന്ന് പറയുന്ന ഇസ്ലാമിക ഭരണം ഈ ഇറാനിൽ അവസാനിക്കൽ, അതിനുശേഷം ഇറാനെ നിയന്ത്രിക്കാനുള്ള ഒരു ഭരണം അവിടെ വരുന്നത് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും കൂടിയാലോചനകൾക്കനുസരിച്ചായിരിക്കണം. ഇതൊക്കെയായിരുന്നു നെതന്യാഹുവിൻ്റെ സ്വപ്നം. ട്രംപിനുണ്ടായിരുന്ന സ്വപ്നം കുറച്ചുകൂടി കടുത്തതാണ്. അതായത് ഹോർമൂസ് കടലിടുക്കിന് തൻ്റെ പേരിടുക, അതുപോലെ തന്നെ ഇറാനിലെ എണ്ണമറ്റ എണ്ണ സമ്പത്ത് സ്വന്തമാക്കുക, വെനസ്വലയെ പോലെ തന്നെ ഇറാനെയും തൻ്റെ കസ്റ്റഡിയിൽ നിർത്തിയിട്ട് അവിടുത്തെ സ്വത്ത് കൊള്ളയടിക്കുക, യുറേനിയം പിടിച്ചെടുക്കുക, ഇതൊക്കെയായിരുന്നു ട്രംപിൻ്റെ സ്വപ്നം. പക്ഷെ കളിച്ചത് ഇറാനോടാണെന്നുള്ളത് ഇവർ തിരിച്ചറിയാൻ കുറച്ച് വൈകിപ്പോയി. ഇറാൻ്റെ ശക്തി എന്താണെന്നും ഇറാൻ്റെ യഥാർത്ഥ സൈനിക ശേഷിയെന്നും ഇറാനിലെ ജനത അവർ അമേരിക്കയുടെ കൂലിപ്പട്ടാളത്തെ പോലെയല്ല എന്നും ഒക്കെ ട്രംപ് മനസ്സിലാക്കാൻ കുറേ വൈകിപ്പോയി. കാരണം മറ്റേതൊരു രാജ്യമാണെങ്കിലും ഇതുപോലെയുള്ള ആക്രമണങ്ങൾ ഏറ്റുവാങ്ങിയാൽ ഉടൻ തകർന്നടിയും. അതുപോലെ തന്നെ അമേരിക്കയുടെ കാലിൽ വീഴും. അവിടുത്തെ ജനങ്ങൾ അമേരിക്ക പറയുന്നത് ചിലപ്പോൾ കേട്ടെന്ന് വരും. പക്ഷെ ഇവിടെ ഇറാൻ എന്ന് പറയുന്ന രാജ്യവും ആ രാജ്യത്തിൻ്റെ ഭരണകൂടവും അവിടുത്തെ ജനങ്ങളും സാധാരണക്കാരല്ല, അത് അസാധാരണ മനുഷ്യരാണ്, അസാധാരണ സംവിധാനങ്ങളാണ്. അതുകൊണ്ടാണ് ഇത്രയധികം അമേരിക്ക സമ്മർദ്ദം ചെലുത്തിയിട്ട് 3 മാസക്കാലം യുദ്ധം ചെയ്യുന്നു. ഈ 3 മാസക്കാലവും കനത്ത വെല്ലുവിളികൾ കൊടുക്കുന്നു. നിങ്ങളെ വധിക്കും, നിങ്ങളെ ഇല്ലാതാക്കും, നിങ്ങളെ തകർക്കും, നരകമുണ്ടാക്കും. മൊത്തം വലിയ സമ്മർദ്ദങ്ങളും വെല്ലുവിളികളും അമേരിക്കയെ പോലെ ഒരു ലോകശക്തി നൽകിയിട്ടും അതിനെയൊക്കെ അതിജീവിച്ച ഇറാനെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇറാന്റെ കരുത്ത് എന്നുള്ളതാണ് ഇതിനൊക്കെയുള്ള മറുപടി. ഇറാൻ എന്ന രാജ്യം നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല, അമേരിക്കയും അല്ലെങ്കിൽ ഇസ്രായേലും വിചാരിച്ചതുപോലെ അത്ര സിമ്പിളല്ല ഇറാനിലെ കാര്യങ്ങൾ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇറാന്റെ കുതിപ്പാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. അതായത് ലോകത്തിലെ തന്നെ ഒരു വൻ ശക്തിയായിട്ട് ഇറാൻ തിരിച്ചു വരാൻ അല്ലെങ്കിൽ കുതിക്കാനുള്ള സകല കളവും ഇപ്പോൾ ഒരുങ്ങിയിരിക്കുകയാണ്. ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഈ യുദ്ധം കൊണ്ട് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയി അവർക്ക് നഷ്ടപ്പെട്ടു, രക്തസാക്ഷിയായി. അതുപോലെ 50-ലധികം ഉന്നതർ ഇല്ലാതായി. പക്ഷെ അതിനൊക്കെ അപ്പുറം ആത്യന്തികമായി ഇറാന് സമാനതകളില്ലാത്ത വിധത്തിൽ വളരാനുള്ള ഒരു സ്പേസാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്, ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അത് ഇറാൻ ഈ യുദ്ധം ആ തരത്തിൽ നോക്കുകയാണെങ്കിൽ ഗുണം ചെയ്തു. ഇത് മാത്രമല്ല, ഇസ്രായേലിനെ സംബന്ധിച്ച് അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വലിയ ഭീഷണി അവർക്ക് മുന്നിൽ ഇങ്ങനെ ഉയർന്നു വരികയാണ്. ഈ യുദ്ധം ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇത്രയും വലിയൊരു ഭീഷണി ഉണ്ടാകുമായിരുന്നില്ല. ഇത് സ്വയം ഒരു വലിയ ഭീഷണി, ഒരു വലിയ ആപത്ത് വിളിച്ചു വരുത്തുകയാണ് ഇസ്രായേൽ ചെയ്തത്. ഇസ്രായേലിന് ഇനി ഉറക്കമില്ലാത്ത നാളുകളായിരിക്കും. ഇപ്പം യുദ്ധം തുടങ്ങുമ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രിയും അവിടുത്തെ സുരക്ഷാ മന്ത്രിയും അതുപോലെ തന്നെ അവരുടെ പ്രതിരോധ മന്ത്രിയും ഒക്കെ പറഞ്ഞത് ഇസ്രായേലിലെ ജനങ്ങൾക്ക് സമാധാനമായി ഉറങ്ങാനുള്ള ഒരു നല്ല നാളേക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ യുദ്ധം ചെയ്യുന്നത്. ഗസയ്ക്കെതിരെയായാലും ലബനാനിലേക്കായാലും ഇവിടേക്കായാലും ഇറാനിലേക്കായാലും ഒക്കെ ഇസ്രായേലിന് പറയാനുള്ള ന്യായം ഒന്നാണ്. പക്ഷെ ഇതോടുകൂടി പൂർണ്ണമായിട്ട് ഉറക്കം നഷ്ടപ്പെടുന്ന ഒരു ഇസ്രായേലാണ്, ഭരണം നഷ്ടപ്പെടാൻ പോകുന്ന നെതന്യാഹുവിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചോദിച്ച് അടി മേടിക്കുക, അടി ചോദിച്ച് വാങ്ങിക്കുക, അല്ലെങ്കിൽ അടി കിട്ടുന്നിടത്ത് പോയി തല ഒത്തി നിൽക്കുക. ഇതാണ് ഇപ്പോൾ ഇസ്രായേൽ ചെയ്തത്. അതിനുള്ളതാണ് അവരിന് മേടിക്കാൻ പോകുന്നത്. ഈ കഴിഞ്ഞ ദിവസം കുറച്ച് രാജ്യങ്ങൾ, സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈലുകളെ പൂർണ്ണമായും ഇല്ലാതാക്കണമെന്ന് പറഞ്ഞപ്പോൾ ട്രംപ് പറഞ്ഞ മറ്റൊരു കാര്യം, അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല. ഈ പറയുന്ന സൗദി അറേബ്യക്ക് പോലും ഈ ബാലിസ്റ്റിക് മിസൈലുകളുടെ ശേഖരമുണ്ട്, പിന്നെ എന്തിനാണ് ഇറാനെ പോലൊരു രാജ്യത്തുണ്ട് അത് പറ്റില്ല എന്ന് പറയുന്നതെന്നാണ്. അപ്പോൾ ട്രംപ് പറയാതെ ഒരു തോൽവി ഇവിടെ സമ്മതിക്കുകയാണ്. കാരണം ഇനി നേരത്തെ ഏത് സൂചിപ്പിച്ചതുപോലെ ഇത്ര വലിയ ലോകശക്തിയാണ്, മറ്റെല്ലാവരും ഭയപ്പെടുന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ കടുത്ത ഉപരോധങ്ങൾക്ക് നടുവിൽ ഇത്ര നാളും വളർന്നൊരു രാജ്യം കൂടിയാണ്.
പക്ഷേ ആ വളർച്ച എന്ന് പറയുന്നത് വല്ലാത്തൊരു വളർച്ചയായിരുന്നു. അപ്പോൾ ട്രംപ് ആ വളർച്ചയെ ഇപ്പോഴാണ് ശരിക്കും അടുത്തറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ട്രംപ് നന്നായിട്ട് ഭയപ്പെട്ടു എന്ന് വേണ്ടേ, അല്ലെങ്കിൽ ഈ വരുന്ന ഒരു ഇലക്ഷനെ ട്രംപ് നേരിടാൻ പോവുകയാണ്. അപ്പോൾ അതിനെയൊക്കെ മുൻനിർത്തിയാണോ ഈ ഒരു കരാർ ഇങ്ങനെ ഈ ഒരു തരത്തിൽ ഇറാന് മാത്രം അനുകൂലമായ രീതിയിൽ ഒരു കരാറിലേക്ക് മാറിയത്? കരാറിൽ 14 വ്യവസ്ഥയുണ്ട്, അതിൽ 12 ഇറാൻ അനുകൂലമാണ്. ആ 12 നിർദ്ദേശങ്ങളും ഇറാൻ പോലും ചിലപ്പോൾ സ്വപ്നം കണ്ടിട്ടാണ് ഇങ്ങനെ ഒരു ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ ഇത്രയും വലിയ നേട്ടങ്ങൾ തങ്ങൾക്ക് കിട്ടും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇറാന് മേലുള്ള സകല ഉപരോധങ്ങളും എടുത്തു മാറ്റുക. ഇതോടുകൂടി ഇറാൻ ഇന്റർനാഷണൽ ട്രേഡ്, അന്താരാഷ്ട്ര വാണിജ്യ ലോകത്ത് ഇറാൻ നേരിട്ട് എൻ്റർ ആവാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് $30,000 കോടി അമേരിക്കയും സൗദിയും ഖത്തറും ഒക്കെ ചേർന്ന് സംയുക്തമായിട്ട് പിരിച്ചു കൊടുക്കുകയാണ്. അതൊരിക്കലും രാജ്യങ്ങളുടെ സാമ്പത്തിക സഹായമല്ല, പല കമ്പനികളിൽ നിന്നും മറ്റുമൊക്കെയായിട്ട് ഇറാനെ വികസിപ്പിക്കാൻ വേണ്ടിയിട്ട്, അവിടുത്തെ നാശനഷ്ടങ്ങളൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ട്. അതുപോലെ $24,000 കോടി അമേരിക്ക പിടിച്ചു വെച്ചിരിക്കുന്നത്, അതും റിലീസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ വലിയൊരു നേട്ടം. $54,000 കോടി എന്ന് പറയുന്നത് ചെറിയ സംഖ്യയല്ല. അപ്പോൾ ഇറാനെ സംബന്ധിച്ച് അത്രയും വലിയൊരു തുക കിട്ടുക, ഒറ്റയടിക്ക് കിട്ടുക എന്ന് പറയുന്നത് ലോട്ടറി അടിച്ച പോലെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറാന് സംഭവിച്ച ഇൻഫ്രാസ്ട്രക്ചറൽ ഡാമേജ് വലിയൊരളവിൽ പരിഹരിക്കാൻ ഈ തുക ധാരാളം മതിയാവും. എന്ന് മാത്രമല്ല, ഇനി അങ്ങോട്ട് നിരവധി കച്ചവട സാധ്യതകൾ ഇറാനുണ്ട്. അതിപ്പോൾ ഇറാൻ ഒരു ഘട്ടത്തിൽ, ഈ വെടിനിർത്തൽ കരാറിൻ്റെ ഒരു ഘട്ടത്തിൽ അമേരിക്കയോട് പറഞ്ഞിരുന്നു, അമേരിക്കൻ കമ്പനികൾക്ക് ഇവിടെ വന്നിട്ട് ക്രിപ്റ്റോ ഡോളറിൽ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം, അത് ക്രിപ്റ്റോ കറൻസിയിൽ നമുക്ക് ഈ എണ്ണ വ്യാപാരം നടത്താം, നിങ്ങളുടെ കമ്പനികൾ ഉണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് പോരെ എന്ന് പറഞ്ഞിരുന്നു. ഒരു വെല്ലുവിളിയായിട്ടാണ് ഇറാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ അത് സാധ്യമാവുകയാണ്. അപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ക്രിപ്റ്റോയിൽ പോലും ട്രേഡ് ചെയ്യാൻ കഴിയുന്നൊരു പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ട് ഇറാൻ മാറാൻ പോവുകയാണ്. ഇറാൻ അത്രമേൽ എണ്ണശേഖരമുണ്ട് കേട്ടോ. ഒരു ഉപരോധമായതുകൊണ്ട് മാത്രം, അമേരിക്ക കാലാകാലങ്ങളായി നൽകിയിരുന്ന ഉപരോധം നിമിത്തമാണ് ഇറാന് വാണിജ്യപരമായി മെച്ചപ്പെടാൻ കഴിയാത്തത്. അതങ്ങ് തീരുകയാണ്. അപ്പോൾ അത് ഇതൊരു 46 വർഷക്കാലത്തെ പ്രശ്നങ്ങൾ ഒറ്റയടിക്ക് ഈ യുദ്ധം, അതും ഇറാൻ അങ്ങോട്ട് പോയതല്ല, ഇങ്ങോട്ട് അവർ വന്ന് ചൊറിഞ്ഞ് ഒടുവിൽ അവർക്കത് നൽകേണ്ടി വന്നു. ഇറാൻ പോലും അറിയാതെ ഇറാനൊരു വലിയ സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്നു അന്താരാഷ്ട്ര തലത്തിൽ എന്നുള്ളതാണ് ഇതിന് ഏറ്റവും ചുരുക്കി പറയാവുന്നത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇറാന്റെ നിയന്ത്രണത്തിലേക്ക് ഹോർമുസ് വരികയാണ്. ഇത്രയും കാലം ഹോർമുസ് എന്ന് പറയുന്നത് ഒരു തുറന്ന, ആർക്കും പോകാവുന്ന സ്വതന്ത്രമായ ഒരു ഏരിയ ആയിരുന്നു. പക്ഷെ ഇനി അങ്ങോട്ട് ഇറാന്റെ കീഴിൽ തന്നെയാണത്. കാരണം ഇറാൻ അത് തെളിയിച്ചു, വിജയിച്ചു. ഇനി എന്തെങ്കിലും ഒരു പ്രശ്നം ഇറാന് നേരെ വന്നാൽ ഇറാന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോംവഴി എന്ന് പറയുന്നത് ഹോർമുസ് അടയ്ക്കുക, പ്രശ്നം പരിഹരിക്കും. ഇറാനൊരു ഉറപ്പ് കിട്ടുകയാണ്. അപ്പോൾ ഹോർമുസിന്റെ നിയന്ത്രണം ഇനി ഇറാന്റെ കയ്യിൽ തന്നെയാണ്, അതിൽ സംശയം വേണ്ട. അതുപോലെയുള്ളത് ഗൾഫ് രാജ്യങ്ങളുടെ ഒരു വല്ലാത്ത ഭയം, അതായത് ഇറാൻ പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയൊരു രാജ്യമാവാൻ പോവുകയാണ്. അത് ഗൾഫ് രാജ്യങ്ങളുടെ കൂടി സഹായത്തോടു കൂടി ആകുമ്പോൾ ഗൾഫ് രാജ്യങ്ങളും ഇറാനും തമ്മിലുള്ള ബന്ധം ഒരു പക്ഷെ നന്നാവാൻ സാധ്യതയുണ്ട്. കാരണം അമേരിക്കയായിരുന്നു ഇതിനിടയിലുള്ള ഒരു വിലങ്ങുതടി. അപ്പം അമേരിക്ക തന്നെ ഈ പറയുക, ഇറാനോട് വെല്ലുവിളിച്ചിട്ടോ ഇറാനെ ഭീഷണിപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ ഇറാന്റെ ഭരണാധികാരികളെ കൊന്നുകളയുമെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഇറാൻ അതൊന്നും ബാധിക്കുകയില്ല, ഇറാൻ ഏശില്ല. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും നമുക്ക് ചങ്ങാതിമാരായി പോകുന്നതായിരിക്കും നല്ലത് എന്നൊരു യുദ്ധതന്ത്രമുണ്ട്. അപ്പോൾ അതാണ്, അതായത് ശക്തനോട് ഏറ്റുമുട്ടാതെ അവനുമായി അനുനയത്തിൽ പോവുക, മിത്രമായി പോവുക, അല്ലെങ്കിൽ ബന്ധുത്വം സ്ഥാപിക്കുക എന്നുള്ള, സൗഹൃദം സ്ഥാപിക്കുക എന്നുള്ളതാണ് അതിൻ്റെ രീതി. അപ്പോൾ ആ രീതിയിൽ തന്നെ അമേരിക്ക ഇറാനെ തങ്ങളുടെ ഒരു അലയൻസ് ആയിട്ട് നിർത്താനുള്ള ധാരണയാണ്. പക്ഷേ ഇറാനെ സംബന്ധിച്ച് ഇറാൻ ഒന്നും വിട്ടുകൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഇറാൻ അതുകൊണ്ട് നഷ്ടമൊന്നും സംഭവിക്കുന്നില്ല. ഇറാൻ എന്തെങ്കിലും ഒരു വിഷയത്തിൽ ഇറാൻ തലകുനിക്കുന്നുമില്ല. ഇറാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഹോർമസ് തുറക്കാം, പക്ഷെ ഞങ്ങളുടെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കണം. ആ നിർദ്ദേശങ്ങൾ മുഴുവൻ അംഗീകരിച്ചു, ഹോർമസ് തുറന്നു. അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. പക്ഷെ ഇവിടെ ഇനി വരാൻ പോകുന്നത് ഇറാൻ്റെ ഒരു സുവർണ്ണ കാലഘട്ടമാണ്. ഇപ്പോൾ ഇറാന് വ്യാപാരം നടത്താൻ കഴിയുന്നതിനൊപ്പം ഇത്രയും വലിയൊരു പണം കിട്ടാൻ പോകുന്നു. ഇനി അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇറാൻ്റെ പരമാധികാരം സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇനി ഇറാൻ്റെ പരമാധികാരത്തിലേക്ക്, ഇറാൻ്റെ ആഭ്യന്തര കാര്യങ്ങളിലേക്ക് കടന്നു കയറരുത്.